എന്നെ ഇഷ്ടപ്പെടുന്ന യൂട്യൂബിലുള്ള എൻ്റെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഒരു 2-3 മിനിറ്റിൻ്റെ വോയിസ് ഉണ്ട്. ഇത് നിങ്ങൾ കേൾക്കണം. ബാക്കി ഇതിൻ്റെ കൂടെ വരുന്ന വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇത് എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു യഥാർത്ഥ സത്യമാണ്. അതുപോലെ എൻ്റെ തലച്ചോറിലും എൻ്റെ ഹൃദയത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ കാണണം. പടച്ചോനെ വിചാരിച്ചിട്ടും അതുപോലെ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിൽ അവരോടും പറയണം. നിങ്ങൾ ദൈവത്തെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യം പറയണം. അതൊക്കെ പറയണം. ഇത് നിങ്ങൾ കേട്ടാൽ മതി. ബാക്കിയുള്ള ഇനി ഇതിൻ്റെ കൂടെ വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഉമ്മാൻ്റെ കുടുംബം, ഉപ്പാൻ്റെ കുടുംബം, അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ വരും. അപ്പോൾ അത് നിങ്ങളാരും അത് കാണുന്നുള്ള ഇത് ഞാൻ പറയണില്ല. കാരണം നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങൾ കാണണ്ട. പക്ഷേ അത് ഉമ്മാൻ്റെ കുടുംബക്കാരും കണ്ടോളും, ഉപ്പാൻ്റെ കുടുംബക്കാരും കണ്ടോളും. ഇന്നെ കണ്ടുമുട്ടിയ പലരും ഉണ്ടാവും. ഇന്നെ ഒരുപാട് പേര് ചെറുപ്പം മുതൽ പോയിട്ട് അനവധി ആൾക്കാരുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഈ നാട് വിട്ടതിൻ്റെ ശേഷമാണ് പല രാജ്യത്തേക്കും കടന്നു ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ എന്നെ പരസ്പരം ഞാനിവിടെ ദിവസം ഒരു 500, 600, 700, 800, 900 ഇളനീന്, 1000 ഇളനീനൊക്കെ 500, 1000 ഇളനീനൊക്കെ കൊണ്ടുവരുമ്പോൾ 1000 പേരാണ് ഈ ഇളനീൻ കുടിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു ഇളനീന് ഒരാൾ കുടിച്ചാൽ ഒരു ദിവസം 500, 600, 700, 800, 1000 ഇളനീന് ഞാൻ തെങ്ങുമെന്ന് പറിച്ചു വരുമ്പോൾ 1000 ഹൃദയങ്ങളാണ് എൻ്റെ അടുത്ത് നിന്ന് ഇളനീൻ മേടിച്ച് കുടിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ പരസ്പരം കണ്ടുമുട്ടിയിട്ടും ഞാൻ അവർക്ക് വർത്തമാനം പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർ, മലയാളീസ് അല്ലാത്തതും, ഓഫീസർമാരും, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, എല്ലാ മനുഷ്യന്മാരെ ഇതിൽ നിന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു റൂട്ടുമ്മ കിടന്ന് ജീവിച്ചതും ചരിത്രങ്ങളൊക്കെ ആയിട്ട് കടന്നു പോയ ഒരാളാണ്. അപ്പം ഞാൻ ഓരോ മനുഷ്യന്മാരെ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താ അറിയോ? എനിക്കൊരു വലിയൊരു വരുമാനം അതിൽ ആഗ്രഹിച്ചിട്ടോ പിടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ എത്രയോ കൊല്ലം മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. 47-48 വയസ്സായല്ല. ഈ 48 വയസ്സിനുള്ളിൽ ഞാൻ യൂട്യൂബിലേക്ക് കിടക്കാത്തൊരു ഒരു വ്യക്തിയാണ്. മഹാനെന്നല്ല, വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ ഞാനൊരു ബോംബെ മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും പിടിച്ചിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ബോംബെ പോയിട്ട് അവിടുന്ന് ഒരു പനാസോണിക്കിൻ്റെ ഒരു ക്യാമറ എനിക്ക് ആരോ തന്നതാണോ എന്താണെന്നൊക്കെ ഒരു ഓർമ്മയില്ല. ചെറുപ്പത്തിൽ ആ ക്യാമറ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഉമ്മാൻ്റെ കുടുംബത്തിനും ഉപ്പാൻ്റെ കുടുംബത്തിനും സർവ്വ ആൾക്കാരെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ക്യാമറേൻ്റെ എടുത്തില്ല, അതിൻ്റെ പെൻഡ്രൈവ് മെമ്മറിയോ അങ്ങനെ ഒന്നുണ്ട്. ഒരു വലിയൊരു ചിപ്പാണ്, ഇത്ര മാത്രം കഷ്ണം പോലത്തെ സാധനം. അത് 2-3 അതിൻ്റെ ഒക്കെ വീഡിയോസുകളുണ്ട്. എനിക്കെന്താ ഒക്കെ യൂട്യൂബിൽ ഇടാനാണ്. അതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ കണ്ട് രസിപ്പിക്കാനോ അല്ലത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ രക്തബന്ധങ്ങളുണ്ട് പലരും. അവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബന്ധങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബന്ധം നമ്മളെ എൻ്റെ ഉമ്മൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും എത്ര ആയുസുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എത്ര ആയുസുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കുട്ടികൾക്ക് എത്ര ആയുസുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ എത്ര ആയുസുണ്ടെന്നുള്ളത് നമുക്ക് വരുന്ന കണക്ക് നമുക്കറിയാം. പോണ ഡേറ്റ് അവർ പോകുമ്പോഴാണ് അറിയുന്നത്. ഇന്ന് മരിച്ച്, ഇത്ര മണിക്ക് മരിച്ച്, ഇത്ര മണിക്ക് മയ്യത്തെടുക്കും, അതാണ് അറിയണുള്ളൂ. അതിൻ്റെ മുന്നേ പോണ അവൻ്റെ റൂഹിനെ കടത്തുന്ന പിടിക്കണമെന്ന് നമ്മൾ അറിയണില്ല. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല മനുഷ്യന്മാരുണ്ടാവും. നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം ഓരോ മനുഷ്യൻ്റെ റൂഹിനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നതും വരുന്നതൊക്കെ ഓരോരുത്തർക്ക് അറിയാം. അതൊക്കെ ഞാൻ പോണില്ല. അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാത്ത ആളാണ്, അത് ഞാൻ ലോകത്തോട് വിളിച്ച് പറയുന്നത്. ഞാൻ എല്ലാം മറിച്ച് വെക്കും, എല്ലാം തുറന്നു പോയി. ഞാൻ ഇപ്പോൾ ഇനി കൂടുതൽ നീട്ടി പോണില്ല. ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയാം? ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കാനുള്ള കാരണം എന്താ അറിയാം? ഇതേമാതിരി ഞാൻ എൻ്റെ ഉപ്പാനായിട്ട് കുറച്ച് നേരം സംസാരിക്കും. അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിക്കണമാണ്. അതിൻ്റെ ഉപ്പാടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉമ്മാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അതെന്തിനാരോ ആ ഉമ്മയുടെ സംസാരം എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എൻ്റെ മൂത്താപ്പ, എൻ്റെ എളിയമ്മ, എൻ്റെ കുഞ്ഞുമ്മ, ഇങ്ങനെ എൻ്റെ ഉമ്മയുടെ മക്കൾ, എൻ്റെ പൊന്നുമക്കൾ, അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഈ മനുഷ്യനെ എപ്പോഴാണ് ലോകത്തോട് വിട പറഞ്ഞ് പോകുകയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കാലത്തിൻ്റെ ശേഷം ഞാൻ ജീവിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് അവരൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ബോംബെയിൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബക്കാരെ വീഡിയോസുകളൊക്കെ കാണല്. ഞാൻ അങ്ങനെ കയറി ചെന്നതും അവരായിട്ട് സംസാരിക്കണതും അങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചുരുക്കും. അല്ലാതെ ഈ മൊബൈലിൽ ഇങ്ങനെ വേണ്ടാത്തതൊന്നും ഞാൻ കാണാൻ നിൽക്കലില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് ഇതിലിടാനുള്ള കാരണം എന്താണ്? ഉമ്മാൻ്റെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഉമ്മാൻ്റെ കുടുംബത്തിലുള്ളവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോംബെ മാനു എന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം മാനു ഇങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ കുടുംബക്കാരും ഉണ്ടാവും. ഉപ്പാൻ്റെ കുടുംബക്കാർ, ഉമ്മാൻ്റെ കുടുംബക്കാർ, കണ്ടുമുട്ടിയ പലരും ഉണ്ട് ബോംബെയിൽ, അനവധി ആൾക്കാർ. അപ്പോൾ അവരൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഈ യൂട്യൂബിൽ ഉണ്ടാക്കണം. എന്തായാലും ഇതേമാതിരി എപ്പോഴെങ്കിലൊക്കെ എത്ര കൊല്ലക്കത്തിൻ്റെ ശേഷം അവർ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആ യൂട്യൂബിൽ നിന്ന് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ പരസ്പരം സംസാരിക്കണം. ഈ സംസാരം കേൾക്കുമ്പോഴാണ് നമുക്കത് നമ്മളെ ഹൃദയത്തെ വേദനിപ്പിക്കുള്ളൂ.
കാരണം എൻ്റെ ഒപ്പം മരണപ്പെട്ട് റബ്ബേ, എൻ്റെ ഒപ്പം എൻ്റെ ഉമ്മയുടെ സംസാരമല്ല കേൾക്കണേ. ഇമ്മയും മാനും കൂടി ഇല്ലെങ്കിൽ അമ്മയും മറ്റുള്ളവർ ഇരുന്നിട്ട് സംസാരിക്കണേ. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അവരുമായിട്ട് നമ്മളെ ഹൃദയം നമ്മളറിയാതെ മരണപ്പെട്ടു പോയ ആത്മാക്കളെ അതൊക്കെ ഓട്ടോമാറ്റിക്കിന് കടന്നു വരും. നിങ്ങൾ ആരും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി അറിയില്ല. കാരണം നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചും പഠിപ്പും വിദ്യാഭ്യാസവും അറിവും നിങ്ങൾ നേടിയ കാരണം എന്തായി, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മുകളിലേക്ക് ചിന്തിക്കാനുള്ള നേരമുള്ള താഴത്തേക്ക് ഇറങ്ങാനുള്ള ചിന്ത ഇല്ല. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ പഠിക്കാത്തതിൻ്റെ പേരിൽ എന്തായി, എനിക്ക് നിങ്ങളെപ്പോലത്തെ അറിവില്ല. എത്രമാത്രം ചിന്തിക്കണം എന്നുള്ള അതൊക്കെ അറിയാത്തതിൻ്റെ പേരെന്തായി, ഞാൻ എന്നും താഴെ തട്ടിലാണ്. നിങ്ങളാണ് എല്ലാവരും ഉയർച്ചയിലെത്തിക്കണം. അപ്പം നിങ്ങൾ ഉയരുമ്പോൾ എന്തായാലും അതിങ്ങനെ പോവും. അതിനൊരു അവസാനമുണ്ട്. അത് ചില സമയത്ത് ഇപ്പം ഊച്ചൽ താഴത്തേക്ക് കൊണ്ട് വീഴും. ആ താഴത്തേക്ക് വീഴുമ്പോഴും ഈ താഴത്തുള്ള ആൾക്കാരെ അടുത്തേക്ക് തന്നെ നമ്മൾ കയറി ചെല്ലണേ. നമ്മൾ എത്ര പോയി അപ്പോഴും താഴത്തേക്കാരും വീഴുക. അതിനാണ് കാലാവസ്ഥ പറഞ്ഞത്. ഒരു കൊല്ലത്തിൽ മഴ, ഇടി, മിന്ന്, കാറ്റ്. അതെന്തിനാരോ നമ്മളിങ്ങനെ വല്ലാതെ അഹങ്കരിക്കുമ്പോണ്ടല്ലോ അതിനെ പടച്ചോനങ്ങനെ മുറുക്കിയിട്ട് കെട്ടിയിട്ട് അവിടെ ഇരുന്ന് കരയാൻ പറയും. ഇതൊക്കെ ജീവിതത്തിൽ പലതും നടന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ പലതും വരാൻ പോണതും എന്തൊക്കെ സംഭവിക്കണം ഒക്കെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാലാവസ്ഥ എത്ര ഉണ്ടാവും, എത്ര ഡിഗ്രി ഉണ്ട്, എത്ര ഇതാണ്, എവിടെയൊക്കെയാണ് മഴ പെയ്യാൻ പോകുന്നത്, ഒക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്താണ്. മനുഷ്യർക്ക് ചിന്ത കൊടുത്തിട്ടാണ് മനുഷ്യൻ ലോകത്തോട് പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു ചിന്തയാണ് കൊടുത്തത്. ചിന്തിച്ചും കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പറയാൻ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, വേണ്ടാത്തേക്ക് ചാടണ്ട. ഞാൻ 100 തവണ പറഞ്ഞു, വേണ്ടാത്തേക്ക് ചാടിയാൽ വേണ്ടാത്ത ചിന്ത ഇങ്ങനെ കടന്നു വരും. നല്ലത് ചിന്തിച്ചാൽ നല്ല ഇങ്ങനെ കയറി വരും. രണ്ടുമുണ്ട്. നിങ്ങൾ രണ്ട് ഭാഗത്തും ചിന്തിച്ചാൽ മതി. നല്ലത് ചിന്തിച്ചാൽ നല്ല തന്നെ വരും. വേണ്ടാത്ത ചിന്തിച്ചാൽ എന്നാൽ വേണ്ടാത്ത വേഗം ശരീരത്തിൽ കൊണ്ട് കിടക്കും. അത് കടന്നിട്ട് നമുക്ക് കിട്ടുന്നിടത്തും വയറച്ച് കിട്ടും. അപ്പോഴാണ് നമ്മൾ ശരിക്കും പിന്നെ ചിന്തിക്കാൻ, അപ്പോഴാണ് നല്ല ചിന്ത വരുന്നത്. കാരണം കിട്ടുകളൊക്കെ വയറച്ച് കിട്ടുമ്പോൾ പിന്നെ ചിന്ത ഇതിനൊന്നും പോകേണ്ടിയില്ല, ഞാൻ ഇങ്ങനെ നല്ല വഴി തിരഞ്ഞെടുക്കും. അതെന്താ ആദ്യം തിരഞ്ഞെടുക്കാൻ? ആദ്യം നല്ലത് വരുന്നുണ്ട്, അപ്പോൾ അത് തിരഞ്ഞെടുത്താൽ മതി. അത് വേണ്ട, അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒന്ന് രസം പിടിക്കും. അപ്പം ഞാൻ ഈ വീഡിയോസ് എടുക്കാനുള്ള കാരണം, ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയോ? എനിക്ക് എൻ്റെ ഉമ്മ, മറ്റുള്ളവർ കുടുംബങ്ങൾ, അതുപോലെ ഒരുപാട് ആൾക്കാർ ഏത് മതമായിക്കോട്ടെ ഒക്കെത്തിന് ഞാൻ കണ്ടെടുത്തുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും. കാരണം എന്താ, ഞാൻ അവരെന്തൊക്കെ തെറ്റിദ്ധരിക്കണം എന്നെ പറ്റിയിട്ട്. ഞാൻ അതല്ല ചിന്തിക്കണേ. ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ എത്രയോ കൊല്ലത്തിന് ശേഷം ആ മക്കൾക്കൊക്കെ അവരൊക്കെ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പഠിച്ചോനെ ഇതിൻ്റെ വല്യമ്മ, എൻ്റെ വല്യപ്പൻ്റെ വാപ്പാടെ വാപ്പ, എൻ്റെ പടപ്പൻ്റെ ഇപ്പം ഞാനൊരു യൂട്യൂബ് ഉണ്ടാക്കി എൻ്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷം എൻ്റെ മക്കൾക്ക് അത് കാണാൻ ഒരു എൻ്റെ ഇപ്പം വല്യപ്പ ഉണ്ടായിരുന്നേ. എൻ്റെ വല്യപ്പ പണ്ട് ഇങ്ങനെ തെങ്ങുമ്പോൾ കയറിന് അങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിൽ. ഇങ്ങനെ ആ വീഡിയോസ് വല്യപ്പാടെ അപ്പം മക്കളെ കാണുമ്പോൾ ഇതാണ് എൻ്റെ വല്യപ്പല്ല എന്ന് വെച്ചാൽ ആ വല്യപ്പാടെ വീഡിയോസും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അതിന് ഞാനൊരു എല്ലാ തരത്തിലും നാട്ടുകാർക്ക് മൊത്തം ഇങ്ങനെ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കാണും, യൂട്യൂബിലുള്ളവർ കുറച്ച് പേര് കാണും, ബാക്കിയുള്ളവർ അത് അവിടെ കെടുക്കും. പക്ഷെ എന്താണ് അവിടെ കെടുന്നാലും എന്താ അറിയോ, ഒരുപാട് കാലത്തിൻ്റെ ശേഷം ഞങ്ങൾ ആൾക്കാർക്ക് തന്നെ വീണ്ടും മരണപ്പെട്ടു പോയവരെ കാണാൻ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിലൊന്ന് പോയി തൊട്ടാൽ നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കണം. ഏത് മനുഷ്യനും, ഏത് ലോകത്ത് കണ്ട ഏത് മനുഷ്യനും, എല്ലാ മനുഷ്യന്മാരെ കാണുമ്പോഴും വീഡിയോസ് എടുക്കും. അല്ലാതെ ഞാനിപ്പോൾ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് വില അതും ഇതും സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് വിടുന്ന ആളല്ല. ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. നിങ്ങളെ എല്ലാം തന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കണ്ട ആൾക്കാർ പല ഭാഗത്ത് പോയിട്ടൊക്കെ എടുത്ത് പിടിപ്പിക്കും. ഞാൻ എന്തിനപ്പോൾ കുറേ ഇവിടെ വീഡിയോസ് ഇടുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ പലതും ഉണ്ട്. ഞാൻ ചെറുപ്പം മുതൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടപ്പാടിൽ നിന്നിട്ട് എങ്ങനെയൊക്കെ കര കയറി, എങ്ങനെയൊക്കെ നല്ല നിലയിലായി. അതുപോലെ നിങ്ങളും അതിനോട് ചേർത്ത് പിടിക്കണം. നിങ്ങളൊക്കെ ഇന്നെപ്പോലെ ആയ ആൾക്കാരല്ല, ചിലർ രക്ഷപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ ചിലരുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കണ്ടോളി. ഇന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പല MA യൂസഫ് അലി സാറ്, അതുപോലെ അനവധി നല്ല നല്ല മനുഷ്യന്മാർ ഒന്നുമില്ലാതെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ട് അവരൊക്കെ വീഡിയോസുകൾ കാണും. അവരൊക്കെ എങ്ങനെ കര കയറി എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ സ്ഥാപനത്തിൻ്റെ പരമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്ഥാപനത്തേക്ക് ഇങ്ങനെ വന്നു. അതൊക്കെ നമ്മളും കണ്ടെത്തുക. അപ്പോൾ നമ്മൾ നല്ല വഴി തിരഞ്ഞെടുത്താൽ പഠിച്ചോനെ നമ്മളൊന്ന് അള്ളാഹ് വിചാരിച്ച ഒരു സെക്കൻഡ് മതി. ഏതൊരു മനുഷ്യന്, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, മുസ്ലിമായി, ദൈവം വിചാരിച്ച ഏതൊരു മനുഷ്യന് പൂച്ചിനായിട്ട് പൊന്തിക്കാം. അത് ചിലപ്പോൾ ലോട്ടറി അടിച്ച പോലെ കാരണം, ലോട്ടറിയെ കിട്ടുന്നത് പോലെ കാരണം, ലോട്ടറി കൂടിയും കിട്ടും. ലോട്ടറി അല്ലാതെ തന്നെ ലോട്ടറിയിൽ കൂടെ കടന്നു വരുന്ന പല സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മളൊരാളെ ചതിക്കണ്ട, വേദനിപ്പിക്കണ്ട, പറ്റിക്കണ്ട, ഒന്നും ചെയ്യേണ്ട. നല്ല വഴി തിരഞ്ഞെടുത്താണ് പോയാൽ നമുക്ക് ഇവിടെ പോയാലും നാളെ പരലോകത്ത് പോയാലും അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെ എല്ലാ മതക്കാരുണ്ടാവും. അവിടെ ഹിന്ദുവിന്, മുസ്ലിം, ക്രിസ്ത്യാനൊന്നും പഠിച്ചോനിക്കില്ല. പഠിച്ചോനിക്ക് എല്ലാവരും ഒന്നാണ്. നമുക്ക് പലതാണ് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നമ്മൾക്ക് എന്താ തോന്നുന്നത്, നമ്മൾ ചിന്തിക്കണമെന്ന് അതിൻ്റെ യഥാർത്ഥ സത്യം അതൊന്നല്ല. നമ്മൾ ചിന്തിക്കണ ഒന്നും ഈ ഭൂമിയിൽ വളരെ കുറവാണ് നടക്കുള്ളൂ. ചില ആൾക്കാർക്ക് ഭാഗ്യം കിട്ടണുള്ളൂ. ചിലർക്ക് 100-ൽ 85 ആൾ, 90 ആൾക്കാർക്ക് ഒന്നുമില്ല. ഒക്കെ ഇന്നെ പോലെ കാര്യം. അതിൽ 10 ആൾക്കാർക്ക് നല്ല കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. ഓരോരുത്തർ പടച്ചോൻ കൊടുക്കുന്ന കഴിവാണ്. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ടാവും. നമ്മൾ അവരെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് അതിൻ്റെ പിന്നീട് എന്താണെന്നുള്ളത്.
അപ്പോൾ ഏകദേശം അതിൻ്റെ പിന്നിൽ പലതും ഉണ്ടാകും. നമുക്കും അറിയില്ല, ആ കടന്ന ആൾക്കും അറിയില്ല, ആൾ രക്ഷപ്പെട്ട ആൾക്കും അറിയില്ല ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉമ്മാൻ്റെ കുടുംബക്കാരെയും ഇന്നലെ ചേകനൂർ പോയിരുന്നു. ഉമ്മാൻ്റെ കുടുംബത്തിലും ഉമ്മാൻ്റെ കുഞ്ഞുമ്മാൻ്റെ കുടുംബത്തിലും ഉമ്മാൻ്റെ എഴുത്തിലെ കുടുംബത്തിലും എല്ലാവരുടെ കുടുംബത്തിൽ കയറി ചെന്നതും അതുപോലെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ മൂത്താപ്പാടെ മൂത്തമ്മാൻ്റെ കൂടെ വീഡിയോ എടുത്തതും ഉപ്പാൻ്റെ അമ്മായി ഉണ്ട് ഉപ്പാടെ പെങ്ങള് അവരായിട്ട് സംസാരിക്കണതും ഒക്കെ സംസാരിക്കണതിൻ്റെ കാരണം എന്താ അറിയോ? ആ സംസാരം കേൾക്കുമ്പോൾ പറച്ചോനെ ഇതിൻ്റെ അമ്മായിയല്ലേ, എൻ്റെ അമ്മായി ഇല്ലെങ്കിൽ എൻ്റെ മൂത്തമ്മല്ലേ, എൻ്റെ ഉമ്മല്ലേ, എൻ്റെ ഉപ്പല്ലേ, ഇതിങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തന്നെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. പടച്ചോനെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുക അല്ലാ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു നീ പുറത്ത് കൊടുക്കുക റബ്ബേ. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കിനോട് വരും. എങ്ങനെ അറിയാം? നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ വേണ്ടപ്പെട്ടവരിങ്ങനെ വീഡിയോസ് നമ്മളെ വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമ്മളെ ഹൃദയം ഓട്ടോമാറ്റിക്കിനെ നമ്മളിങ്ങനെ അവരുമായി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടാലും ശരി നമ്മളെ ഹൃദയം അതാ നമ്മൾക്കറിയില്ല. അവർ പോയിട്ടുണ്ടെങ്കിലും ശരി അവർ ആ വീഡിയോയിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ യഥാർത്ഥം നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. നിങ്ങളിങ്ങനെ വീഡിയോസിൽ നോക്കിക്കോളി, ഇങ്ങനെ വീഡിയോസിലെടുത്ത് ഇങ്ങനെ നോക്കിയാൽ കാണി നല്ല ശുദ്ധമായ മനസ്സോടെ ഇങ്ങനെ വിശാലമായ ഹൃദയത്തെ വിശാലമാക്കിയിട്ട് നിങ്ങളിങ്ങനെ ചിന്തിപ്പോൾ ആ വീഡിയോസിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. ലോകത്തോട് വിട പറഞ്ഞ് പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ഒരുപാട് പേരുണ്ടാവും. അവരെ വീഡിയോസ് നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിക്കുക, എന്തുമാത്രം എനിക്ക് ചായ തന്നീന്, എനിക്ക് ചോറ് തന്നീന്, ഇന്നെ എത്രമാത്രം സ്നേഹിച്ച ആളാണത്, ആ ആളല്ല കുറച്ചാൽ നിങ്ങളിങ്ങനെ അറിയാതെ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന് അവിടെ വീഡിയോയിലുണ്ടെങ്കിലും ശരി അതിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഹൃദയത്തിലേക്ക് പതുക്കെ കടക്കും. ഹൃദയങ്ങൾ തമ്മിൽ കടക്കുന്നതും പൊടിക്കുന്നതും വരുന്നതും പോണതും ഒരാൾക്ക് അറിയില്ല. അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കിടക്കും. നമ്മളെ ഹൃദയം എല്ലാം വിഷമിക്കുക, മനസ്സിൽ വല്ലാതെ വേദന കൊടുത്തിട്ട് ഇങ്ങനെ ചിന്തിക്കുക, നമുക്ക് രക്ഷപ്പെടാൻ മാർഗം എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ നമ്മളെ ശരീരത്തേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കിങ്ങനെ കടന്ന് വരുന്ന വിവരം ആരും അറിയില്ല. ആരാണ് നമ്മളെ ഹൃദയത്തേക്ക് കടന്നത്, നമ്മൾ തിരിച്ചും ഓൻ്റെ ഹൃദയത്തേക്ക് ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെ ഹൃദയം ഓൻ്റെ ഹൃദയത്തേക്ക് കടക്കും ഓന് പോലും അറിയില്ല. ഈ കടക്കണ എൻ്റെ ആത്മാവ് ഓൻ്റെ ഹൃദയത്തിലേക്ക് കടക്കണതും അറിയില്ല, ഓൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടക്കണതും അറിയില്ല. അത് അറിയുന്ന സമയം എപ്പോഴാണെന്ന് അറിയും? കണ്ടുമുട്ടുമ്പോഴാണ് നമ്മൾ പറയല്. എപ്പോഴും പറയണതാണ്, നമ്മൾ പറയുന്നൊരു വാക്കാണ്, 100 ആയുസാടാ നീ ഇപ്പോഴൊന്നും ജീവിക്കില്ല, എന്നെപ്പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിച്ചു. ഓൻ അവിടുന്ന് ചിന്തിച്ചിട്ട് വരുന്നത് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്ന ഓനക്കവിടെ സീനറി കിട്ടും. എത്ര കൊമ്പത്ത് ഇരുന്നാൽ ഏത് ലോകത്തായാലും ശരി. അപ്പോൾ ഓൻ്റെ ഫോണ് അല്ലെങ്കിൽ ഓൻ്റെ മെസ്സേജ് ഇതൊക്കെ ഒരു പലതുണ്ട് പറയാൻ നിന്ന് ഒരുപാട്. പക്ഷേ നിങ്ങൾ ആരും അത് ഉൾക്കൊള്ളില്ല. കാരണം എന്താ പറയുക, നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങളെപ്പോലത്തെ പഠിപ്പും വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും എനിക്കും കിട്ടില്ല. കാരണം എൻ്റെ ചിന്തകളൊക്കെ നല്ല ഹൈ ലെവലിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങളത്ര ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ എന്താണ്, ഞാൻ ഒരുപാട് തരം താഴ്ന്ന ഒരാളാണ്. ഞാൻ കുരങ്ങനായിട്ട് തെങ്ങുമ്മ കയറിയും കൂടി ഇരിക്കുകയാണ്. എൻ്റെ ജീവിതം എത്രപോലെ നാശമായി നേരം. ആരും വേദനിപ്പിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒരാളെ ഉറുപ്പ പോലും ഞാൻ തിന്നിട്ടില്ല. പക്ഷേ എനിക്ക് എന്നെ എന്തിനാണ് പടച്ചോൻ എന്നെ രോഗിയാക്കി മാറ്റിയതെന്നുള്ളത് ഞാൻ എപ്പോഴും ഇരുന്ന് കരച്ചിലുണ്ട്. വളരെ ചെറുപ്പത്തിൽ 9 വയസ്സിൽ ഇവിടുന്ന് പോയി വരേണ്ടത്. 9 വയസ്സിലാണ് ഇവിടുന്ന് പോയിക്കുന്നത്. പെങ്ങൾ 7 വയസ്സാണ്. പക്ഷേ 9 വയസ്സിൽ പോയിട്ട് അവിടെ 11 വയസ്സിലിട്ടാണ് ഞാൻ മാനസിക രോഗിയായി കടന്നു പോകുന്നത്. വളരെ രോഗിയായിട്ട് കുടിച്ച് ബലമായി കുടിച്ച് കെട്ടിയിട്ടൊക്കെ കുടിച്ചിട്ട് എൻ്റെ ഇപ്പോൾ ബസ്സിൽ, അന്നത്തെ കാലത്ത് എൻ്റെ ഇപ്പോൾ ബസ്സിൽ ട്രെയിനിൽ 2 ദിവസം പിടിക്കും ജയന്തി ജനത എക്സ്പ്രസ്സിൽ വരാണ്. ആ സമയത്ത് എൻ്റെ കുട്ടീനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ 11 വയസ്സിൽ എന്നെ പിടിച്ച് ബലമായിട്ട് വണ്ടിയുടെ ഉള്ളിൽ പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് മുറുക്കി കെട്ടിയിട്ട് പിടിച്ചിട്ടാണ് എൻ്റെ ഉപ്പ പുത്തമ്പള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ 5-6 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. ചെറിയ കുട്ടിക്ക് ഇങ്ങനെ രോഗം വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെന്നുള്ളത് എനിക്കറിഞ്ഞാൽ എപ്പോഴും പടച്ചവനോട് ചോദിക്കണ ചോദ്യമാണ്, എന്താണ് റബ്ബ് എനിക്ക് വന്ന് പെട്ടതെന്ന്. അവിടുന്ന് പിന്നെയും ഒരുപാട് തിരൂർ സുബ്രഹ്മണ്യൻ ഡോക്ടറെ കാണിച്ച്, മജീദ് ഡോക്ടറെ കാണിച്ച്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണിച്ചിട്ടും ചെറിയൊരു സമാധാനത്തിൽ കൂടെ പിന്നെ പഴയ നോർമലായി മാറി. പക്ഷെ മാനസിക രോഗിയായ ആളെ അസുഖം ഭേദമാകുമ്പോൾ മിക്കവാറും ലോകത്തോട് വിട പറയാനാണ് ശ്രമിക്കുക. കാരണം എന്താ പറയുക, ഓൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്ന്. കാരണം ഞാൻ എന്തൊക്കെയോ ലോകത്ത് കാണിച്ചു കൂട്ടിയത്, തുണിയും കോണം ചെയ്യാതെ നടന്നോ, ആൾക്കാരെ മുന്നിൽ പലതും ചെയ്തോ, എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയത് റബ്ബെ. ഓൻ്റെ ഹൃദയം പിന്നെയും വേദനിച്ചു തുടങ്ങിയാണ്. കാരണം ഓൻ്റെ രോഗം മാറി, എങ്ങനെയൊക്കെ മാറിയപ്പോൾ പിന്നെ ഓന് അതിനും വലിയ മാനസിക വിഷമം കടന്നു പോകുന്ന ഓനക്ക് എന്താ അറിയോ, ഓനക്ക് എന്തൊക്കെയോ സംഭവിച്ച പോലെ. കാരണം ആൾക്കാരെ മുന്നേ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി, ഒന്നുമല്ലാത്തവരെ ഞാൻ എന്തൊക്കെയോ പലതും വിളിച്ചു പറഞ്ഞു, ഇതിങ്ങനെ സ്വയം ചിന്ത വരുമ്പോൾ അവസാനം ഓന് വീണ്ടും ഒരു കൗത്തിൽ കയറ് കെട്ടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതായോ, നരകത്തിലേക്ക് പോകില്ല.
കാരണം ഓൻ അങ്ങനെ ഒരു രോഗിയായപ്പോൾ ഓനെ പടച്ചോന് ഓൻ്റെ സമനില വീണ്ടും തെറ്റിയാണ്. വിഷമം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് വളരെ വിഷമമായി. മറ്റുള്ളവരെ മുഖത്ത് പോലും നോക്കാൻ സത്യം പറയിച്ചു തന്നെ ഞാൻ പല തവണ സുഖമില്ലാത്ത ഒരാളെ മുഖത്ത് പോയിട്ട് സംസാരിക്കാൻ കൂടി എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഞാൻ അങ്ങനെ പല തവണ അസുഖങ്ങളായിട്ട് കടന്നു. എന്താണ് എനിക്ക് അസുഖം എന്നറിയില്ല. പിന്നെ ഇപ്പം തന്നെ ബോംബെയിൽ 2-3 കൊല്ലത്തിന് 2 കൊല്ലം മുന്നേ 1 കൊല്ലം മുന്നേ വീണ്ടും എന്നെ പിടിച്ചു കൊടുക്കും. അതിൻ്റെ മുന്നേ 2 കൊല്ലം മുന്നേ അപ്പോഴും പിടിച്ചു കൊടുക്കും. എൻ്റെ പെങ്ങന്മാരും എൻ്റെ കുട്ടികളൊക്കെ പാടെ ചെന്നിട്ടാണ് എന്നെ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അമലയെ കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ കറണ്ട് അടിച്ച് ഷോക്ക് അടിപ്പിച്ചിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് സമയം. ഞാൻ ഒരാളെ പറ്റിച്ചിട്ടോ ഒരാളെ ഉറുപ്പ വാങ്ങി തിന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, ഒരാളെ വേദനിപ്പിച്ചിട്ടുമില്ല. പക്ഷേ എന്നാലോ നിങ്ങളെപ്പോലെ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പടച്ചോൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതും ആണല്ലോ ചിന്തിക്കാൻ. അങ്ങനെ ഒരു സുഖമില്ലാത്ത രോഗിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വീടും ഈ കൊട്ടാരം കൊണ്ടൊക്കെ ഇതിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് AC-യും എൻ്റെ മരുവനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മരുവനാണ് കാരണം. നിങ്ങൾക്ക് ഇതിലിപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങളെ കാണിക്കുക? എൻ്റെ മരുവൻ്റെ ഫോട്ടോ ആണ്. എൻ്റെ മരുവനാണ്, എൻ്റെ മോളാണ്. എൻ്റെ മോള് മരുവനാണ്. അവരുടെ ഫോട്ടോകളാണ് വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കാണിക്കുക? അതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മരുവന് എൻ്റെ മോൾക്ക് ഞാൻ അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടൊന്നും എൻ്റെ കല്യാണ കാര്യം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും ആലുവയിൽ നിന്നൊന്നും വന്നിട്ടില്ല. എൻ്റെ മറവഞ്ചേരി എൻ്റെ മാഹിലിൽ നിന്ന് തന്നെയാണ് എൻ്റെ കുട്ടിക്ക് കല്യാണക്കാര്യം വന്നത്. അത് പടച്ചോൻ്റെ വേണ്ടിക്കൊണ്ട് നല്ലൊരു കാര്യം എനിക്ക് വന്ന് കിട്ടിയത്. അതിൻ്റെ ഇപ്പാടെ പെങ്ങളെ മോനുണ്ട് ബസീറാക്ക എനിക്ക് പറഞ്ഞ് ശരിയാക്കി തന്നതാണ്. അതുപോലെ എൻ്റെ ഈ കുട്ടിയുടെ ഈ മരുവൻ്റെ ഉപ്പയും ഞങ്ങളെ മഹലിൽ പെട്ടതാണ്. ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പുള്ളതാണ്. പക്ഷേ അവർക്ക് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ആ മരുവനെ ബസീറാക്കയുടെ മോനെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല റാത്താണ്. ആ കുടുംബം തന്നെ നല്ല സ്നേഹമാണ് ഇതുവരെ കൂട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യം പറയാൻ ഒന്നുകൊണ്ട് എൻ്റെ കുട്ടിനെ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ പൊന്നു മോളെ എൻ്റെ മോളെ ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ടാണ് മരുവൻ്റെ ഉമ്മ അവരെ സ്നേഹിക്കുന്നത്. എൻ്റെ മോളെ എന്തും ഇവിടെ രാത്രി എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് നേരം ഒഴുകി കഴിഞ്ഞാൽ എൻ്റെ മരുവൻ്റെ ഉപ്പ ഗൾഫിൽ നിന്നാണ് ഫോൺ വിളിക്കണത്. മോളജ്ജി എന്താണ് ഇത്ര അത് ചിലപ്പോൾ മരുവനും മോളും കൂടി ഉണ്ടാവും. അവരെടുക്കോ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പറ്റുള്ളൂ. പോകുമ്പോൾ നേരം ഒഴുകുമ്പോൾ ഒരു സെക്കൻഡ് നേരം കണ്ടിട്ടില്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം നിങ്ങൾ എവിടെ നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലുന്നു. അത്രയും നല്ല സ്നേഹമാണ് എൻ്റെ ഇതുവരെയൊക്കെ എൻ്റെ മോൾക്ക് കിട്ടിയ ബന്ധം. മരുവനും കുഴപ്പമില്ല. ആ മരുവൻ്റെ ഉപ്പയും ഉമ്മയും ആ കുടുംബക്കാർ മൊത്തം നല്ല സ്നേഹത്തോടെ തന്നെയാണ് കുറച്ചും കണക്കാക്കിയിട്ടുണ്ടാവും. കാരണം ഞാൻ എൻ്റെ റബ്ബിനോട് എപ്പോഴും തേടുന്നതാണ്. കാരണം ഞാനൊരു സുഖമില്ലാത്ത ഒരാളാണ്. എൻ്റെ കുട്ടിക്ക് എങ്ങനെയാണ് ജീവിതം കടക്കും. എൻ്റെ 2 പെൺകുട്ടികളുണ്ട്. അവരുടെ അവസ്ഥ ഞാൻ എന്തായിട്ട് വരെ. കാരണം വാപ്പ അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മറവഞ്ചേരിയിൽ നിന്നൊന്നും ഒരാൾ വരൂല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹിൻ്റെ കളിയായിരിക്കും. പടച്ചോനുണ്ടല്ലോ, നമ്മളാര് കൈ വിട്ടാലും റബ്ബ് കൈ വിടൂല. അള്ളാഹ് നമ്മളെ ഹൃദയമാണ് നോക്കണത്, നമ്മളെ മനസ്സാണ് നോക്കണത്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ ദുഷിച്ചിട്ടുണ്ടോ, നമ്മൾ വേണ്ടാത്ത കറയും പാകയും വെച്ച് നടക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് പടച്ചോൻ്റെ ദൈവത്തിൻ്റെ നോട്ടം. ആ ദൈവത്തിൻ്റെ ആ നോട്ടത്തിൽ കൂടെയാണ് ദൈവം നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതും പിടിക്കുന്നതും. നമുക്ക് പടച്ചോനെയും കാണാൻ കഴിയണില്ല, അള്ളാഹിൻ്റെ റസൂലിനെയും കാണാൻ കഴിയണില്ല. ഈ പ്രാർത്ഥിക്കണ ഓരോ മനുഷ്യന്മാരുണ്ട്, ഹിന്ദു ആയാലും മുസ്ലിം, അവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ദൈവത്തിനെ കാണാൻ ആർക്കും കഴിയില്ല. ദൈവം ഒന്നെ ഉള്ളൂ ഈ ഭൂമിയിൽ. പക്ഷെ നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരണവും പിടിക്കണവും ഒക്കെ ഉണ്ടായി നമ്മളെ ഹൃദയം നന്നാക്കി വെച്ചാൽ നമുക്ക് എല്ലാവരും ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയ ആൾക്കാരെ പോലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഹൃദയം ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ ഏതോ ലോകത്തായാലും ശരി, നമ്മൾ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ നമ്മളെ പൈസ വന്നു 18 മിനിറ്റിൻ്റെ മീതായി 19-20 മിനിറ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടാൻ ഞാൻ ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയോ? ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ഒന്ന് പരസ്പരം പലർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കല്ല, നിങ്ങൾ നോക്കുമ്പോൾ പിന്നെ അറിയാത്തവരാണ്. പക്ഷെ എൻ്റെ അറിയുന്നതും എൻ്റെ കുടുംബക്കാരും പരസ്പരം എല്ലാ മക്കൾക്കും ഉണ്ടാവും. എൻ്റെ മാനുവിൻ്റെ യൂട്യൂബിൽ അടിച്ചായാൽ എൻ്റെ ഉമ്മാനെ, എൻ്റെ ഒപ്പ, എൻ്റെ കുടുംബം, എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ അഞ്ചന്, എൻ്റെ അവരായിട്ട് കുറച്ചേരൊക്കെ സംസാരിക്കണം. ആ സംസാരം കേൾക്കണം. കാരണം മനുഷ്യന്മാരുടെ അവസ്ഥ എന്നാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ എൻ്റെ ഉമ്മ കുറേ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്തമ്മ മരിച്ചിട്ട് മൂത്തമ്മയുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഉമ്മ കരയുന്നത്, എത്ര കാലത്തിന് ശേഷം. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, എൻ്റെ കുട്ടിയുടെ അടുത്ത് ഈ വീഡിയോസ് ഉണ്ടായ കാരണം ഉമ്മാൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ രക്തബന്ധമായ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിനെ കാണാൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ
ഒരുപാട് കാരണം ആ വീഡിയോസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറയണതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായ കാരണം നന്നായി, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലിടുന്നതല്ല, എൻ്റെ ഫോണൊക്കെ നാശമായി പോകും. ഓക്കെ, അതുപോലെ ഞാൻ ഈ ഭൂമിയിലേക്ക് ഞാൻ ഒന്നും പറയുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട്, എത്ര ആൾക്കാർ കണ്ടെന്ന് അറിയാം, വീണ്ടും ഇത് കാണുന്നവർ കാണണ്ട. ഞാൻ ഈ ഭൂമിയിലേക്ക് ഞാൻ ഈ കേരളത്തിൽ എൻ്റെ ഉപ്പാടെ തറവാട്ട് ഇപ്പോൾ ആ തറവാട്ടിൽ ഞാൻ ഈ ലോകത്തേക്ക് പിറന്ന് വീഴുമ്പോൾ ഞാൻ അന്നും പറഞ്ഞതാണ്. കാരണം എനിക്ക് അവിടെ മുസ്ലിങ്ങളൊന്നുമില്ല, ഞങ്ങളെ പാട്ട് മറവഞ്ചേരിയാണ്, ഇവിടുന്ന് കുറച്ച് പോകണം, അവിടെയൊക്കെയാണ് മുസ്ലിങ്ങളെ, ഇവിടെയൊക്കെ എന്താണ് ഹൈന്ദവ സഹോദരങ്ങളാണ്, ഹിന്ദുക്കളാണ് മൊത്തം. ഒരു മുസ്ലിൻ്റെ വീട് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. ആ ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടല്ല എന്നെ പ്രസവിച്ചത്, എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകണം. എൻ്റെ ഉമ്മ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും പറയും എന്നോട് പറഞ്ഞത് കുടുങ്ങി. എൻ്റെ ഉമ്മക്കറിയാം, എൻ്റെ ഉമ്മ എന്നോട് 4-5 തവണ ഇങ്ങനെ പറയും. എൻ്റെ ഉമ്മാരെ മനസ്സിലിരിക്കില്ല, എന്നാൽ അമ്മ എന്നോട് പറയും. എല്ലാവർക്കും ആരും എന്നോട് ഒന്നും പറച്ചില്ല, പേടിയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വേഗം അപ്പുറത്ത് എത്തിക്കും. എനിക്കെൻ്റെ മനസ്സിലിരിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇരിക്കില്ല. 10 രൂപ കിട്ടിയോ അതും പറയും, പോയോ അതും പറയും, ആരെങ്കിലും പറ്റിച്ചോ അതും പറയും. ആരാണ് പറ്റിച്ചോ ഓനെ പിടിച്ചിട്ട് ഓൻ്റെ ആൾക്കാരെ മുന്നിൽ കൊടുത്ത് നിർത്തും. ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് നേരെ പോകാം, ഒന്നുമില്ലാതെ ഞാൻ പോയിട്ട് ഇക്കും പടച്ചോനെല്ലാം തന്നിട്ടുണ്ട്. എൻ്റെ അധ്വാനം, എൻ്റെ വേർപ്പ്, ഞാൻ തെങ്ങ് കയറണം, അധ്വാനിച്ച് ചോര നീരായിട്ട് ഉറുമ്പിൻ്റെയും എന്തെല്ലാം കടിയും പുഴുവൊക്കെ ഉണ്ടല്ലോ, ചൊറീന പുഴൊക്കെ മേത്ത് വന്ന് കടിച്ചിട്ടൊക്കെ എത്രയോ ഞാൻ ബോംബെയിൽ ദുരിതം അനുഭവിക്കണമെന്ന് അറിയാം. എന്നാലും മറ്റുള്ള വേറെയുള്ള പൈസ വേണ്ട, അധ്വാനിച്ച് അങ്ങനെ എന്നാലും സുഖമില്ലാത്ത ഒരാളാണ്. എന്നാലും പടച്ചോൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തന്നിട്ടുണ്ട്. അല്ല ഞാൻ വല്ല കോടീശ്വരനും പണക്കാരനൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ ഉറുപ്പില്ല, ആകെ ഒരു ചില്ലറ പൈസ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ അവരില്ലാന്ന് ഇതുവരെക്കും എന്നോട് പാടില്ല. ഒരു 5000, 10,000, 50,000, 1 ലക്ഷം, എന്തെങ്കിലും 5 ലക്ഷം ചോദിച്ചാലും ആൾക്കാർ എടുത്തു തരും. കാരണം എന്താണ്, കൊടുക്കലും വാങ്ങലും നന്നാക്കി വെച്ച കാരണം, പറഞ്ഞ അവധി തെറ്റിക്കാത്ത കാരണം, അള്ളാൻ്റെ വേണ്ടിക്കൊണ്ട് ഇതുവരെക്കും ഇവരൊക്കെയാണ് ഈ ആൾക്കാരൊക്കെ. ഇപ്പോൾ ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ പ്രസവിക്കുമ്പോൾ ഇവിടെ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുടുംബക്കാരും എത്താമ്പോഴേക്കും ഉമ്മാൻ്റെ ഏടത്തിൻ്റെ ജബ്ബാറാക്ക, അതിൻ്റെ ഒരു വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ വിട്ടുതരാം. ആ ജബ്ബാറാക്കാൻ എന്തിനാ അറിയോ, ഇമ്മ പറയണം എന്നോട്, ജബ്ബാറാക്ക എന്ന് ചെറിയ കുട്ടിയായിരുന്നു അത്ര. ആ കുട്ടിയുള്ള സമയത്ത് എന്നെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങന്മാരൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ജബ്ബാറാക്കാണ് എൻ്റെ ഉമ്മക്ക് സഹായത്തിന് വന്നിട്ട് ചോറ് വെച്ച് കൊടുക്കലും മുറ്റടിച്ചു പോരലും എൻ്റെ ഉമ്മാൻ്റെ ഏഴത്തിലെ മോൻ ജബ്ബ. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞാൽ ജി കാക്കാനെ ഒരിക്കലും വേദനിപ്പിക്കരുത് ഇട്ടാണ്, കാക്കാനെ ജി പൊന്നുപോലെ നോക്കണം. എൻ്റെ ഉമ്മ, എൻ്റെ ജ്യേഷ്ഠനായ ജബ്ബാറാക്കാൻ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു തരിക. അതുപോലെ എൻ്റെ ഉമ്മ പറയുന്ന അയൽവാസികളെ ആര് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മുസ്ലിം ഹിന്ദുക്കളൊന്നും ജി വേദനിപ്പിക്കരുത്, അവരൊക്കെ നീ ഒരുപോലെ കാണണം. കാരണം എന്നെ പ്രസവിക്കുന്ന സമയത്ത് അവരൊക്കെയാണ് ഇവിടെ കൂടെ ഉണ്ടായിരുന്നത്. അവരെന്നെ ഒസാത്തിനെ കൊടുന്നിട്ടും, അതുപോലെ ഉമ്മ പ്രസവിച്ച സമയത്തും ആ ഹൈന്ദവ സ്ത്രീകളാണ്, ഹൈന്ദവ ആൾക്കാരൊക്കെ പുറത്തുണ്ടായിരുന്നു. അവരാണ് എന്നെ എടുത്തിട്ടും പൊന്നുപോലെ നോക്കിയതും. എപ്പോൾ വരുമ്പോൾ അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത്രക്കും എന്നെ ഇഷ്ടം കൊണ്ടാണ് എൻ്റെ പേരടക്കം ഇപ്പോൾ പോകുമ്പോൾ പറഞ്ഞിട്ട് എനിക്ക് 4 പെൺകുട്ടി, ഇപ്പൊക്കെ 4 പെൺകുട്ടികളല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത്ര ഒരു ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മുഹമ്മദ് റാഫി എന്ന് പേരിടണം. ആ മുഹമ്മദ് റാഫി എന്നുള്ള പേരെന്താ വെച്ചാൽ അവിടെ പാട്ടുകാരനാണ്. ദുനിയാ അന്ന് ഞാൻ പാടിയിട്ടുണ്ട്, മഹഫിൽ മേരെ കാം കി നഹീ, മേരെ കാം കി നഹീ ദുനിയാ. എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം മുഹമ്മദ് റാഫിനെ. അപ്പോൾ ആ പേരും കൂടി ഉമ്മയോട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബോംബെക്ക് പോകുന്നത്. അപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓനിക്ക് മുഹമ്മദ് റാഫി പറഞ്ഞ പേരിട്ടാണ്. ഉമ്മാക്കും ഈ നാട്ടുകാർക്കൊക്കെ പാടെ വിളിക്കാൻ വേണ്ടിയിട്ട് മാനു എന്ന് പേരിട്ട്. അതിപ്പോൾ തെങ്ങുമ്മ കയറിയിട്ട് കുരങ്ങനായി മാറുന്നുള്ളത് പിന്നെ നല്ല കണക്കായിട്ടുണ്ടാവും. തെങ്ങ് കയറുമ്പോൾ എനിക്ക് മാനെന്നും, പള്ളിക്കലേക്ക് കടക്കുമ്പോൾ മുഹമ്മദ് എന്നും, ഭാര്യ വീട്ടിലേക്ക് കടക്കുമ്പോൾ റാഫി എന്നും, ബോംബെയിലേക്ക് പ്രവാസി ലോകത്തേക്ക് കടക്കുമ്പോൾ അവിടെ നിന്നെ ഇഷ്ടപ്പെട്ടവർ അവർക്ക് നിനക്ക് വിളിക്കാൻ പറ്റിയ പേര് മുഹമ്മദ് എന്നും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പോലും എനിക്കങ്ങനെ പേര് വന്നതാണ്. ആ പേരിൽ ഞാൻ തെറ്റ് ചെയ്യാതെ നടക്കുകയാണ്. നമുക്കൊക്കെ ഓരോരുത്തർ മാതാപിതാക്കൾ ഞാൻ ഒന്നും പറയുന്നുണ്ട്, വന്നൊന്നും നമുക്കൊക്കെ ഒരു പേരിട്ട എന്തിനാണ്, എല്ലാവർക്കും പേരിടുന്നുണ്ട്. അള്ളാഹിൻ്റെയും ദൈവത്തിൻ്റെ ഒക്കെ പേരാണ് മക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ പേരിൽ കൂടെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു പോകാം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മുഹമ്മദ് കാക്കാന്ന് വിളിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് ബായ് എന്ന് വിളിക്കും, ഇസ്മായിൽ ഹാജി എന്ന് വിളിക്കും, ഇസ്മായിൽ കാക്കാന്ന് വിളിക്കും, കുഞ്ഞുട്ടേട്ടൻ, രാജേട്ടൻ, ഇങ്ങനെയൊക്കെ വിളിക്കും. അത് നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയിൽ നിന്നിട്ട്. ഓക്കെ, ഞാൻ ഇതിനെ കൂടെ ഇനി വാക്കുള്ള വീഡിയോസുകളൊന്നും വിടുന്നില്ല. ഇതന്നെ ഇപ്പോൾ മര്യാദക്കായി. ഇനി നാളെ ഉമ്മാൻ്റെ കുടുംബത്തിലും ഉപ്പാൻ്റെ കുടുംബത്തിലും എല്ലാവർക്കും വീഡിയോസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ കാണാം, നിങ്ങൾ ഗ്രൂപ്പിലുള്ള യൂട്യൂബിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ കാണണ്ട. കാരണം അവർക്ക് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, നിങ്ങളൊന്നും കാണാത്ത ആൾക്കാർ. ഞാൻ പലവരെ വീഡിയോസ് എടുക്കും, ഇതന്നെ യൂട്യൂബിൽ ഇടുള്ളൂ. പൈസക്ക് വേണ്ടിയില്ല, കുട്ടികൾക്ക് വല്ലതും മക്കളെ ആഗ്രഹിച്ച് കിട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മൊബൈലിൽ എന്തുണ്ടെങ്കിലും കേടെന്നാലും എനിക്കെൻ്റെ യൂട്യൂബിൽ എടുക്കുന്നുണ്ടാവും. അത് കുടുംബങ്ങൾക്കും
കണ്ടുമുട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളായാലും മറ്റുള്ളവരായാലും. അവരൊക്കെ വീഡിയോസ് എടുത്തിട്ട് അവരെ മക്കൾക്കൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവം നിങ്ങളുമായി നാവ് കൊണ്ട് പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ പറയണേ, പൊരുത്തപ്പെട്ട് തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി.